ഞാനും സാറും നമ്മളെല്ലാവരും ഒന്ന് തന്നെയാണ്. അപ്പൊ ഞാൻ താങ്കൾ നശിക്കണമെന്ന് ആഗ്രഹിച്ചാൽ ഒബ്വിയസ്ലി നശിക്കുന്നത് ഞാൻ തന്നെ ആയിരിക്കും. ഞാൻ സമ്പന്നനായിക്കൊണ്ടിരിക്കുന്നു, എന്റെ ബാങ്ക് ബാലൻസ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, വിവിധ മാർഗങ്ങളിലേക്ക് പണം വന്നുകൊണ്ടിരിക്കുന്നു നിരന്തരം പറയുമ്പോൾ നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം അതിനുള്ള വഴികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. മനുഷ്യന് സത്യം പറഞ്ഞാൽ ഈ കസ്തൂരിമാന്റെ അവസ്ഥയാണ്. നാഭിയിൽ കസ്തൂരി വെച്ചിട്ട് ചുറ്റും ഈ സുഗന്ധം എവിടുന്ന് വരുന്നു എന്ന് അന്വേഷിച്ച് നടക്കുന്ന പോലെ മനുഷ്യന് അവന്റെ ആ ഉള്ളിലുള്ള കഴിവിനെ പറ്റി അറിയില്ല. നിധികുംഭം ഉള്ളിലാണെന്ന് പറയില്ലേ. വീട്ടിൽ ഒരാള് മാറിയാൽ, ഒരു സിംഗിൾ വ്യക്തി മാറിയാൽ വി കൻ ചേഞ്ച് ദ ഹോൾ ഫാമിലി. കാരണം വീട്ടിലെ പ്രത്യേകിച്ചും സ്ത്രീകൾ നമ്മളെ ഡിപ്പെൻഡ് ചെയ്താണ് ഭർത്താവും മക്കളും ഒക്കെ ഇരിക്കുന്നത്. പിന്നെ സ്ട്രെസ്, പിള്ളേർ പോലും ഉപയോഗിക്കുന്ന വേർഡല്ലേ, സ്ട്രെസ് ആണ്, ടെൻഷൻ ആണ്, ഡിപ്രഷൻ. 10 വയസ്സുള്ള മോൻ എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് സ്ട്രെസ് ആണോ സംശയം. 10 പ്രാവശ്യം പറയുമ്പോൾ ഒരു സ്ട്രെസ് വരും. കല്യാണം കഴിഞ്ഞ് ഇത്രയും വർഷമായി ഒരു ദിവസം ഞാൻ മനസമാധാനം എന്തെന്ന് അറിഞ്ഞിട്ടില്ല, സന്തോഷം എന്തെന്ന് അറിഞ്ഞിട്ടില്ല. ഭർത്താവുമായിട്ട് നിരന്തരം പ്രശ്നം. ഭർത്താവ് ഒന്ന് പറയുമ്പോൾ ഞാൻ 10 തിരിച്ചു പറയും. വീട്ടിലടി. കുഞ്ഞുങ്ങൾ ഈ ഒരു ചെറുപ്പം മുതൽ, അവരുടെ ഒരു ചെറുപ്രായം മുതലും അവർ കണ്ടു വളരുന്നത് എന്നും പ്രശ്നങ്ങളാണ്. ഏറ്റവും അധികം ആൾക്കാർ നിങ്ങളിലേക്ക് എത്തുന്നത് ഒന്ന് പണം. യെസ്. പണമാണോ അവർ പണം കൊണ്ടുള്ള സൗഭാഗ്യമാണോ ആഗ്രഹിക്കുന്നത്? പണം സൗഭാഗ്യങ്ങൾ തന്നെയാണ് തീർച്ചയായിട്ടും. അപ്പൊ ആ സൗഭാഗ്യം അഫർമേറ്റ് ചെയ്താലാണോ പണം അഫർമേറ്റ് ചെയ്താലാണോ ഇത് ജീവിതത്തിലെത്തുക? പണം നമ്മളിലേക്ക് വന്നെങ്കിൽ മാത്രമേ നമുക്ക് ആ സൗഭാഗ്യങ്ങൾ എൻജോയ് ചെയ്യാൻ പറ്റൂ. സൗഭാഗ്യങ്ങൾ വരണമെങ്കിൽ പണം വേണമല്ലോ. സൗഭാഗ്യങ്ങൾക്ക് വേണ്ടി അഫർമേറ്റ് ചെയ്താൽ പണം വന്നുകൂടെ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. തീർച്ചയായിട്ടും അവർ ആ ലക്ഷറിയും കംഫർട്ട്സും അവർക്ക് അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ട്. മിക്കവർക്കും ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ ചിന്തിക്കുന്നത് എനിക്ക് കടബാധ്യത ഇല്ലാതെ എനിക്ക് ജീവിച്ചാൽ മതി, എനിക്ക് ഒരുപാട് സമ്പത്തൊന്നും വേണ്ട, എനിക്ക് നാട്ടുംപുറത്ത് ഒരു ചെറിയ ജോലി, ഒരു ചെറിയ കാറ്, ഒരു ചെറിയ വീട്, എനിക്ക് ഈ സ്വപ്നങ്ങളേ ഉള്ളൂ. ഞാനിങ്ങനെ വലുത് സ്വപ്നം കാണാൻ പറയുമ്പോൾ പലരും പറയും ടീച്ചർ തലറ അതൊന്നും പറയല്ലേ, വലുതൊന്നും വേണ്ട, നമുക്ക് ചെറിയ ആഗ്രഹം, കടബാധ്യത ഇല്ലാത്തൊരു ജീവിതം. അതാണ് മിക്കവരുടെയും സ്വപ്നം. അതായത് മലയാളത്തിൽ ഇതിന് ഭയങ്കര രസകരമായ പഴഞ്ചൊല്ലുണ്ട്, മനം പോലെ മംഗല്യം. ശരിക്കും അവരതാണ് ചിന്തിക്കുന്നെങ്കിൽ അതേ കിട്ടും. ഇപ്പൊ അവർക്കൊരു തട്ടുകട തുടങ്ങണമെന്ന് അവർ ആഗ്രഹിച്ചാൽ അത് നടക്കും. അവർക്ക് ഇപ്പുറത്തൊരു 5 സ്റ്റാർ ഹോട്ടൽ തുടങ്ങണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്, അതും നടക്കും. മനുഷ്യന് സത്യം പറഞ്ഞാൽ ഈ കസ്തൂരിമാന്റെ അവസ്ഥയാണ്. നാഭിയിൽ കസ്തൂരി വെച്ചിട്ട് ചുറ്റും ഈ സുഗന്ധം എവിടുന്ന് വരുന്നു എന്ന് അന്വേഷിച്ച് നടക്കുന്ന പോലെ മനുഷ്യന് അവന്റെ ആ ഉള്ളിലുള്ള കഴിവിനെ പറ്റി അറിയില്ല. നിധികുംഭം ഉള്ളിലാണെന്ന് പറയില്ലേ. ഒരു അഫർമേഷൻ കോച്ചായിട്ട് എത്ര വർഷമായി? ഞാനിപ്പോ ഒരു 5 years ആയി. ഒരു 10 വർഷം മുമ്പ് നമ്മൾ ഇത്തരത്തിലുള്ള അഫർമേഷനും ഇതിനുള്ള സാധ്യതയും മനസ്സിന്റെ പവറും ഒക്കെ പറഞ്ഞാൽ നമ്മുടെ അടുത്തിരിക്കുന്നവർക്ക് പോടാപ്പാ നിനക്ക് ഇപ്പൊ കിട്ടും എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഭയങ്കരമായിട്ട്. തീർച്ചയായിട്ടും ഇപ്പൊ അത് മാറിയിട്ട് എനിക്ക് സൊസൈറ്റി ഒത്തിരി മാറിയിട്ടുണ്ട്. അത് ഈ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് ആണ് കൂടുതലും. കാര്യം സെലിബ്രിറ്റീസ് ഇതിനെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങി. അവരവരുടെ മാനിഫെസ്റ്റേഷനിൽ ചിലർ ഡയറക്റ്റ് ആയിട്ടും അല്ലാതെയും ഒക്കെ അവർ ഇതിനെ കുറിച്ച് പറയാൻ തുടങ്ങി. അപ്പോൾ സെലിബ്രിറ്റീസ് ഒക്കെ പറഞ്ഞു തുടങ്ങിയപ്പോൾ ആൾക്കാർക്ക് വിശ്വാസം ഇതിലൊക്കെ എന്തോ സംഭവം ഉണ്ട് എന്നുള്ളത് അവർക്ക് മനസ്സിലായി. കുറെ പേര് മാറി വരുന്നുണ്ട് എന്ന് വിചാരിച്ച് എല്ലാവരും മാറിയിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ മാറി വരുന്നുണ്ട്. ഇപ്പൊ നമ്മളൊരു കയ്യിലൊരു കേക്ക്, നമ്മുടെ കയ്യിലൊരു കത്തി കിട്ടും. നമുക്ക് ഈ കത്തി എനിക്ക് വീണെ കുത്താം, എനിക്ക് മേടത്തെ കുത്താം, എനിക്ക് ഈ കത്തി ഉപയോഗിച്ച് പച്ചക്കറി അരിയാം, എനിക്ക് കേക്ക് കട്ട് ചെയ്യാം. കത്തി ഒരു വളരെ നീഡഡ് ടൂളാണ്, അല്ലെങ്കിൽ ഒരു വാല്യുബിൾ ടൂളാണ്. എന്ന സമയത്ത് ഇതൊരു നൊട്ടോറിയസ് ടൂളുമാണ് എന്ന് പറയുന്നത് പോലെ ഇപ്പം ഞാൻ എൻ്റെ അഫർമേഷൻ എൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് പോലെ എനിക്ക് മറ്റൊരാളുടെ നാശത്തിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുമോ? മറ്റൊരാളുടെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റൊരാൾ നശിക്കണം എന്ന് ചിന്തിക്കുമ്പോൾ അത് ലോ ഓഫ് കർമ്മ പ്രകാരം നമ്മളിലേക്ക് അതൊരു മോശം എഫക്റ്റ് അല്ലേ ഉണ്ടാകുന്നത്. അതായത് ഞാനിപ്പോൾ മറ്റൊരാൾ നശിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ ഞാൻ നശിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. അതാണ് നമ്മൾ ലോ ഓഫ് വൺനെസ് പറയില്ലേ. ഞാനും സാറും നമ്മളെല്ലാവരും ഒന്ന് തന്നെയാണ്. അപ്പൊ ഞാൻ താങ്കൾ നശിക്കണമെന്ന് ആഗ്രഹിച്ചാൽ ഒബ്വിയസ്ലി നശിക്കുന്നത് ഞാൻ തന്നെ ആയിരിക്കും. അപ്പൊ നമ്മൾക്ക് ഈ അഫർമേഷൻസിൽ നിന്ന് നമുക്കിപ്പോൾ പ്രഷർ കൊടുക്കാൻ പറ്റുന്ന ഒരു മെസ്സേജ്, നമുക്ക് നന്മ വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശത്രുവിന് പോലും നന്മ വരണമെന്ന് എല്ലാവർക്കും നല്ലത് വരണം. ബേസിക്കലി അതെടുത്ത് മനസ്സിൽ നിന്ന് കളയുക, എല്ലാവരും രക്ഷപ്പെടണം. അതായത് പലരും ചിന്തിക്കുന്നത് എന്താണെന്നറിയാം, ഇതൊക്കെ പ്രാക്ടീസ് ചെയ്ത് ഈ ലോകത്ത് എല്ലാവരും ബില്യനേഴ്സും ആയിക്കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കുള്ളത് കുറഞ്ഞു പോകും. അതുകൊണ്ട് പലരും പലയിടത്ത് പറഞ്ഞു കൊടുക്കുന്നത് അവര് രക്ഷപ്പെട്ടു പോവുക. അല്ല, ഇത് വേറൊരു കാര്യമുണ്ട് ഇതിനകത്ത്. ഇപ്പം നിങ്ങളൊരു അഫർമേഷൻ അല്ലെങ്കിൽ ഒരു ലോ ഓഫ് അട്രാക്ഷൻ കോച്ചാണല്ലോ. പണ്ട് ഇപ്പം ഇതൊരു വലിയൊരു സന്യാസിക്ക് ഇതിന്റെ മന്ത്രം അതായത് കിട്ടിയെന്ന് വയ്ക്കുക, ഇവരിത് വളരെ ചുരുക്കം ആൾക്കാർക്ക് മാത്രമേ ഇത് പ്രയോഗിക്കാൻ പറ്റുമോ, ഇത് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞ് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന, ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവരുടെ പരിധി ഭയങ്കരമായി ലിമിറ്റ് ചെയ്തിരുന്നു. കറക്റ്റ്. ഇപ്പം ഇവിടെ നമുക്ക് തന്നെ ഞങ്ങളുടെ ഇവിടെ തന്നെ മെന്റലിസത്തെ പറ്റിയൊക്കെ പല ടോക്കുകൾ നടത്തിയിട്ടുണ്ട്. നമ്മുടെ ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്ന റോജിൻ മെന്റലിസത്തിൽ വലിയ
ഒരാളാണ്. അപ്പോൾ റോജിൻ ചില കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ വലിയ മന്ത്രവാദികളും അച്ഛന്മാരും പാതിരികളും ഒക്കെ ചെയ്യുന്ന കാര്യത്തിന്റെ ബ്രെയിനിന്റെ ടെക്നിക്ക് മനസ്സിലാക്കി ചെറിയ പിള്ളേർ ചെയ്യുക, ഇവരൊക്കെ ചെയ്യുക, റോജിനും കൂട്ടരും ഒക്കെ ചെയ്യുക. അതിനെ അന്ന് അവർ സ്പിരിച്വൽ ആക്കി, അതിനെ മതമാക്കി, അതിന്റെ പേരിൽ വേറെ ഇപ്പൊ ഇതിനെ വളരെ സിമ്പിളായി മനുഷ്യൻ കസ്തൂരിമാന്റെ ഉള്ളിലെ മണമാണ് എന്ന് സിമ്പിളായി പറഞ്ഞു കൊടുക്കുന്ന നിങ്ങളെപ്പോലുള്ളവരെ അഭിനന്ദിക്കേണ്ടതാണ്. അതും ഒരു വലിയ മനസ്സാണ്. അത് ഇപ്പൊ ഒരുപാട് ആൾക്കാരുണ്ട്, മാം മാത്രമല്ല. അത് അഫർമേഷൻസിന്റെ അപ്പോൾ ബേസിക്കലി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അത്. കാരണം അസൂയ, വേറൊരാള് നന്നാവുന്നതിൽ നമ്മൾ അസൂയപ്പെടാൻ പാടില്ല, അപ്പൊ അത് സന്തോഷിക്കും കൂടി വേണം അല്ലേ? അതെ അതെ, മറ്റുള്ളവരുടെ വിജയത്തിൽ സന്തോഷിക്കുക. പക്ഷെ അത് പലർക്കും പറ്റാത്തൊരു കാര്യമാണ്. ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ എത്തുക, ബോധപൂർവ്വം എത്തുക എന്നുള്ളതാണ്. ബോധപൂർവം എത്തുക, അറിയാതെ നമ്മൾ കമ്പയർ ചെയ്യുമല്ലോ. അതെ, ഇപ്പോ സെലിബ്രിറ്റീസ് ആരെങ്കിലും ഒരു കാർ വാങ്ങി, ആ കാറിന്റെ ചിത്രം അവരിടുമ്പോൾ അതിന്റെ താഴെ വരുന്ന നെഗറ്റീവ് കമന്റ്, ഒരു സെലിബ്രിറ്റിയുടെ വീഡിയോക്ക് താഴെ ഇട്ടേക്കുന്നുണ്ട്, ഇവളുടെ വണ്ടി ഒന്ന് ഇടിച്ചിരുന്നെങ്കിൽ. ഞാൻ കണ്ടൊരു കമന്റ് ആണ്. ആ മനസ്സിലെ വണ്ടി ഇടിക്കത്തുള്ളൂ, അതാണ് ഞങ്ങൾ തന്നെ ഇവിടെ നെഗറ്റീവ് കമന്റ് വരുന്നവരെ പോയി നോക്കിയാൽ ഡെഫിനറ്റ്ലി അവന്റെ പ്രൊഫൈൽ ലോക്ക് ആയിരിക്കും. ചില ആൾക്കാരെ പറ്റി വളരെ ഇപ്പൊ നെഗറ്റിവിറ്റി നമുക്കാവാം, പക്ഷെ വളരെ അസഭ്യമായ ചില കമന്റുകളൊക്കെ ഇടുന്ന ആൾക്കാരെ കണ്ടാൽ. മണി അഫർമേഷൻസ് നമ്മൾ കൊടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ച് പല ആൾക്കാരും പല രീതിയിൽ പറയുന്നുണ്ട്. ഓക്കെ, ആസ് എ ഇത്രയും ഒരു എക്സ്പീരിയൻസ് ഉണ്ടായ ഒരാളെന്ന നിലയിൽ എന്താണ് താങ്കളുടെ ഒരു അഭിപ്രായം? എന്താണ് മണിയുടെ അഫർമേഷൻസ് കൊടുക്കുന്ന സമയത്ത്? ഇപ്പൊ നമ്മള് ചിലർ പറയുന്നുണ്ട്, നമ്മളിപ്പോ ഒരു സാധനം പേയ്മെന്റ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ പോയത് 10 ഇരട്ടിയായിട്ട് തിരിച്ചു വാടാ എന്ന് പറയുന്ന സംഭവം. ചില ആൾക്കാർ പറയുന്നുണ്ട് താങ്ക് യു അതാ ഞാൻ ചോദിച്ചത്. ഇതെല്ലാം കറക്റ്റ് ആണ്. അഫർമേഷൻ എന്ന് പറയുമ്പോ ഞാൻ സമ്പന്നനായിക്കൊണ്ടിരിക്കുന്നു, എന്റെ ബാങ്ക് ബാലൻസ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, വിവിധ മാർഗങ്ങളിലേക്ക് പണം വന്നുകൊണ്ടിരിക്കുന്നു, നിരന്തരം പറയുമ്പോ നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം അതിനുള്ള വഴികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പണ്ട് ഞാനിങ്ങനെ നിരന്തരം അഫർമേഷൻ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. ലക്ഷറി വീടുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു, ലക്ഷറി കാറുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു, ലക്ഷറി ഫ്ലാറ്റുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു, ഞാൻ സമ്പന്നയായിക്കൊണ്ടിരിക്കുന്നു, കോടിക്കണക്കിന് രൂപ എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഒരു പാട്ട് പാടുന്നത് പോലെ നിരന്തരം ഞാൻ പാടിക്കൊണ്ട് നടന്ന കാര്യം, ഇതെല്ലാം ഇതിന്റെ ലൈഫിലേക്ക് മാജിക് പോലെ സംഭവിച്ചതാണ്. പവർ ഓഫ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന വാക്കുകളുടെ ശക്തി. വേർഡ്സിന്റെ പവർ ടോപ്പിക്കാണ്, വലിയ ടോപ്പിക്കാണ്. നമ്മുടെ തോട്ട്സിൽ നിന്നാണ് വാക്കുകൾ ഉണ്ടാകുന്നത്. അപ്പൊ ആ ചിന്ത കറക്റ്റ് ചെയ്തില്ലെങ്കിൽ നമ്മളിൽ നിന്ന് വരുന്ന വാക്കുകളും മോശമായിരിക്കും. അതുപോലെ നമ്മൾ ഫോളോ ചെയ്യുന്ന വ്യക്തികൾ ആരാ? സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഏത് സമയവും നെഗറ്റീവ് പറയുന്ന, അങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള ആൾക്കാരെയാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ നമ്മളിൽ നിന്ന് വരുന്ന വാക്കുകൾ തീർച്ചയായിട്ടും നമ്മൾ ആ കേൾക്കുന്ന വാക്കുകളായിരിക്കുമല്ലോ നമ്മളും പറയുന്നത്. അപ്പൊ അങ്ങനെയായിത്തീരും. അപ്പൊ നമ്മള് നല്ല വീഡിയോസ് കാണുക, നല്ല വ്യക്തികളെ ഫോളോ ചെയ്യുക, നല്ല വാക്കുകൾ പറയുക. ഈ പറയുന്ന മാം ഒരിക്കൽ പോലും നെഗറ്റീവ് തോട്ട്സിന്റെ ഒരു ഭീകരത അനുഭവിച്ചിട്ടില്ല? തീർച്ചയായിട്ടും. നമ്മുടെ ലൈഫിൽ അത്രയും നെഗറ്റിവിറ്റിയിൽ നിന്ന്, ഞാൻ ബൈ ബർത്ത് ഒരു പോസിറ്റീവ് വ്യക്തിയല്ല. 5 years ബാക്ക് ഞാൻ എന്നെ മാറ്റിയെടുത്തിട്ട് ആ തീവ്രത അനുഭവിച്ചവർക്കേ മാം ഇതിന്റെ വിലയറി. എന്റെ ഹസ്ബൻഡ്, പുള്ളി ബൈ ബർത്ത് ഒരു പോസിറ്റീവ് മനുഷ്യൻ, 22 വർഷം വിവാഹം കഴിഞ്ഞിട്ട് പുള്ളി എപ്പോഴും പറഞ്ഞു എനിക്ക് പോസിറ്റീവ് മാത്രമേ. പുള്ളി അങ്ങനെ ഒരു ദേഷ്യപ്പെട്ടോ അല്ലെങ്കിൽ നെഗറ്റീവ് അങ്ങനെ ഞാൻ കാണുന്നുണ്ട്. ബൈ ബർത്ത് പുള്ളി അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. അപ്പോ അദ്ദേഹത്തിന് അറിയില്ല ഈ നെഗറ്റീവ് തോട്ട് എത്രത്തോളം ഭീകരത ഉണ്ടാക്കും, അല്ല അതെന്ത് ചെയ്യണം. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ആ നെഗറ്റിവിറ്റിയുടെ പടുകുഴിയിൽ നിന്ന് വളരെ കഷ്ടപ്പെട്ട് കയറുന്നു. അപ്പൊ നമുക്ക് മറ്റൊരാളുടെ വേദന മനസ്സിലാക്കാൻ പറ്റും, അതിനെ മറികടക്കാൻ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ചിന്തിക്കും. നമ്മൾ കുറെ വായിക്കും, അപ്പൊ കുറെ വായനയിൽ നിന്ന് നമുക്ക് തന്നെ ഒരു ഐഡിയ കിട്ടുമല്ലോ. അപ്പൊ നമ്മളത് ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കും, സക്സസ് കിട്ടുമ്പോൾ മറ്റൊരാൾക്ക് അത് പറഞ്ഞു കൊടുക്കും. ഏത് നെഗറ്റിവിറ്റിയുടെ കൂമ്പാരത്തിലിരിക്കുന്ന ആൾക്കാർക്ക് പോലും നിങ്ങളുടെ ലൈഫ് എക്സ്പീരിയൻസ് ഒരു മാതൃകയാണെന്ന് നമുക്ക് പറയാം അല്ലേ? അവിടെ നിന്ന് തിരിച്ചു വന്നു. സാധാരണ ഈ നെഗറ്റിവിറ്റി ഇങ്ങനെ വൈൻഡ് ചെയ്ത് ആ ലൂപ്പിൽ പെട്ടുപോയാൽ പുറത്തു വരാൻ സാധ്യത കുറവാണെന്ന് കേട്ടിട്ടുണ്ട്. ശ്രമിച്ചാൽ നടക്കും. ശ്രമിക്കാനുള്ള പോസിറ്റീവ് ചിന്ത പോലും ഇല്ലാത്ത അവസ്ഥയിൽ ആവരുതെന്ന് മാത്രം. ഒരു മനസ്സുണ്ടായാൽ മതി, നമുക്കൊരു രക്ഷപ്പെടണമെന്നൊരു മനസ്സുണ്ടായാൽ മതി. ആ മനസ്സിന് ആഗ്രഹം എന്ന് പറയാം അല്ലേ? തീർച്ചയായിട്ടും. ആ ഒരു മനസ്സ് എപ്പോ വരുന്നോ ആ നിമിഷം ആ വ്യക്തിയുടെ ജീവിതം മാറും. ഇപ്പം നിങ്ങൾക്ക് ഒരുപാട് ക്ലയൻസ് ഉണ്ട്, അതായത് മാനിഫെസ്റ്റ് ചെയ്ത് ജീവിതം നേരെയാക്കി കൊണ്ടുവന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കൊക്കെ നിങ്ങൾ ഒരുപക്ഷെ ദൈവതുല്യമായിരിക്കാം, ഗുരുതുല്യമായിരിക്കാം, ടീച്ചറമ്മ ആയിരിക്കാം. അതിൽ ഏറ്റവും എക്സൈറ്റിംഗ് ആയി താങ്കൾക്ക് തോന്നുന്ന ഒരു ഉദാഹരണം അല്ലെങ്കിൽ ഒരു അനുഭവം ഒന്ന് പങ്കുവയ്ക്കാമോ?
തീർച്ചയായിട്ടും ഒരുപാട് കഥകളുണ്ട് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, വീട്ടില് ഭർത്താവും ഭാര്യയും തമ്മിലുള്ള പ്രശ്നം 25-30 വർഷമായിട്ട് എന്നും നിരന്തരം, അതായത് കല്യാണം കഴിഞ്ഞ നാൾ മുതൽ ആ ദിവസം വരെയും എന്നും പ്രശ്നങ്ങൾ, എപ്പോഴും അടിയും ബഹളവും പ്രശ്നങ്ങളായിട്ടിരുന്ന കുടുംബത്തിൽ ഇപ്പോൾ ഇവർ ക്ലാസ്സിലേക്ക് വന്നതിന് ശേഷം നമ്മളിങ്ങനെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത്, അഫർമേഷൻ പറഞ്ഞു കൊടുത്ത്, എങ്ങനെ ഭർത്താവിനോട് പെരുമാറണം, എങ്ങനെയാണ് വീട് സ്വർഗതുല്യമാക്കേണ്ടത്, ഇതെല്ലാം പറഞ്ഞു കൊടുത്ത് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് വിത്തിൻ 4 days അവർ സക്സസ് സ്റ്റോറി പറയാനായിട്ട് റൈസ് ആൻഡ് ഓപ്ഷൻ ഇട്ടു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ടീച്ചർ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും വർഷമായി ഒരു ദിവസം ഞാൻ മനസമാധാനം എന്തെന്ന് അറിഞ്ഞിട്ടില്ല, സന്തോഷം എന്തെന്ന് അറിഞ്ഞിട്ടില്ല, ഭർത്താവുമായിട്ട് നിരന്തരം പ്രശ്നം, ഭർത്താവ് ഒന്ന് പറയുമ്പോൾ ഞാൻ 10 തിരിച്ചു പറയും, വീട്ടിലടി, കുഞ്ഞുങ്ങൾ ഈ ഒരു ചെറുപ്പം മുതൽ, അവരുടെ ഒരു ചെറുപ്രായം മുതലും അവർ കണ്ടു വളരുന്നത് എന്നും പ്രശ്നങ്ങളാണ്. അങ്ങനെ ഇരിക്കെ മക്കൾ രണ്ടുപേരും അവരുടെ പഠനവും ജോലിയൊക്കെ ആയിട്ട് പുറത്താണ്. മകൻ വിളിച്ചിട്ട് പിന്നെ മകളോട് ചോദിക്കുകയാണ്, ഡേ വീട്ടിൽ എങ്ങനെയുണ്ട് സിറ്റുവേഷൻ? അപ്പോൾ മകൾ പറഞ്ഞു, ഡേ ഇവിടെ പിന്നെ ഏതോ ഒരു സുജാർ മോഹൻ ടീച്ചറുടെ ക്ലാസ്സിൽ അമ്മ ജോയിൻ ചെയ്തു, അപ്പൊ അമ്മ ഭയങ്കര പോസിറ്റീവായി, അച്ഛനും അമ്മ ഇപ്പൊ അടയും ചക്കരയും കണക്കാ. അപ്പൊ മോന് ഇനിയിപ്പോ എനിക്ക് അങ്ങോട്ട് വരാല്ലേ, കാര്യം അവർക്ക് സ്വസ്ഥതയില്ല, അവരവിടെ നിന്ന് ഓടിപ്പോയതാ. ഇപ്പം അവരത്രയും സന്തോഷത്തിൽ ജീവിക്കുന്നു. അതായത് ഇന്ന് വരെയും അവര് വിചാരിച്ചിരുന്നത്, ഭാര്യ വിചാരിച്ചിരുന്നത് ഭർത്താവാണ് തെറ്റ്, ഭർത്താവ് വിചാരിച്ചിരുന്നത് ഭാര്യയാണ് തെറ്റ്. പക്ഷെ ഒരാള് സാറ് വീട്ടിൽ ഒരാള് മാറിയാൽ, ഒരു സിംഗിൾ വ്യക്തി മാറിയാൽ വി കൻ ചേഞ്ച് ദ ഹോൾ ഫാമിലി. കാരണം വീട്ടിലെ പ്രത്യേകിച്ചും സ്ത്രീകൾ നമ്മളെ ഡിപ്പെൻഡ് ചെയ്താണ് ഭർത്താവും മക്കളും ഒക്കെ ഇരിക്കുന്നത്. അപ്പം ഞാൻ ഏത് സമയവും നെഗറ്റീവ് അടിച്ച്, കരഞ്ഞ്, വിഷമിച്ച്, ഭർത്താവിനോടും ദേഷ്യപ്പെട്ട്, പിള്ളേരെ അടിച്ച്, ഇതെല്ലാവരുടെയും മാനസികാവസ്ഥയെ ബാധിക്കും. നേരെ മറിച്ച് നമ്മൾ ആ പോസിറ്റീവിലേക്ക് എത്തുമ്പോൾ നമ്മളൊന്നും പഠിപ്പിച്ചു കൊടുക്കണ്ട, നമ്മളെ കണ്ട് നമ്മുടെ മക്കൾ വളരും. അപ്പം ഞാൻ ഭർത്താവിന് സ്നേഹം കൊടുക്കും, റെസ്പെക്ട് കൊടുക്കും, തിരിച്ചു കിട്ടും. അതുപോലെ കുഞ്ഞുങ്ങൾ ഇത് കണ്ട് വളരുമ്പോൾ ഓട്ടോമാറ്റിക്കലും ഇവരും ആ ഒരു ട്രാക്കിലേക്ക് എത്തും. അതാണ് ഒരു വ്യക്തി മാറിയാൽ മതി. വീട്ടിൽ ഒരാളൊരു മാലാഖയായി മാറിയാൽ തീരാവുന്ന പ്രശ്നങ്ങളെ. അത് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് കൂടുതൽ ചെയ്യാൻ പറ്റുമോ? സ്ത്രീകളെ ഡിപ്പെൻഡ് ചെയ്താണ്. ഇപ്പോൾ സാറിൻ്റെ ഭാര്യ ഏത് സമയവും നെഗറ്റീവാണ്, എപ്പോഴും ഇങ്ങനെ സാറിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ സാറിൻ്റെ വീട്ടുകാരെ കുറ്റം പറഞ്ഞു, ഇറിറ്റേഷൻ അല്ലേ. നേരെ മറിച്ച് എപ്പോഴും ഭയങ്കര സപ്പോർട്ടീവാണ് എല്ലാത്തിനും. സൂപ്പർ ഭാര്യയാണ് എൻ്റെ വീട്ടിൽ ഏറ്റവും പോസിറ്റീവ്. അതാ പറഞ്ഞത്. അപ്പൊ സപ്പോർട്ട് തരുന്നത് കൊണ്ടാണ് സാറിന് സമാധാനമായിട്ടിരിക്കാൻ പറ്റുന്നത്, എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ആ ഒരു ഡിഫറൻസ് ഇല്ലേ. അപ്പോ സ്ത്രീകളെ ഡിപ്പെൻഡ് ചെയ്താണ് കുടുംബം പോകുന്നത്. അത് തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ്. മക്കളും ഭർത്താവും എല്ലാം ആ ഒരു ബോണ്ടിങ്ങിനുള്ളിലാണ്. അപ്പോൾ സ്ത്രീകളാണ് മെയിനായിട്ട് മാറേണ്ടത്. അവരൊന്ന് മാറിയാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. സ്ത്രീകളോടാണ് ഇത് പറയുന്നത്. സ്ത്രീകളോട് പറയുമ്പോൾ പലപ്പോഴും ചില ആൾക്കാർ തിരിച്ചു ചോദിക്കും, എന്താ പുരുഷന്മാർക്ക് മാറിയാൽ? പുരുഷന്മാരും മാറണം. അല്ല, ഞാൻ പറഞ്ഞത് വീട്ടിലെ മഹാലക്ഷ്മിയും ഐശ്വര്യ ദേവതയും ഒക്കെ വീടിന്റെ വിളക്ക് സ്ത്രീയാണ്. ആ സ്ത്രീ ഒന്ന് മാറിക്കഴിയുമ്പോഴാണ് കൂടുതൽ ഇതിലേക്ക് എത്താൻ പറ്റുന്നത്. കാര്യം പുരുഷന്മാരെയും പറഞ്ഞില്ലേ, ഈ പറഞ്ഞ പോലെ നമ്മളെ ഡിപ്പെൻഡ് ചെയ്താണ് അവരൊക്കെ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ മാറിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മറ്റുള്ളവരുടെ ലൈഫ് മാറും. നമ്മുടെ ഇന്നർ ചൈൽഡ് ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതെ, അത് സാധാരണ ഒരു വെസ്റ്റേൺ കൺസെപ്റ്റ് ആയിട്ടാണ് കേട്ടിരിക്കുന്നത്. പക്ഷേ ഇന്നത് വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇന്നർ ചൈൽഡ് ഒരു കൺസെപ്റ്റ് ശരിക്കും അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? ഞാനും ആദ്യം ഇങ്ങനെ ചിന്തിച്ചിരുന്നു. ഞാൻ ഈ ഇന്നർ ചൈൽഡ് പഠിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ഇന്നർ ചൈൽഡ് ഉണ്ടോ, നമ്മുടെ ഉള്ളിൽ ഒരു കുട്ടിയുണ്ട്, ആ കുട്ടിയുടെ ചെറുപ്പത്തിലുണ്ടായ ആ പറയുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ട്രിഗർ ചെയ്ത് നമുക്ക് ഇപ്പോഴും വരും. ശരിക്കും ഞാനത് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇന്നർ ചൈൽഡിന്റെ ഹീലിംഗ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ആ കുഞ്ഞിനെ മീറ്റ് ചെയ്ത് കുഞ്ഞിന്റെ വോൺസ് ആൻഡ് നീഡ്സ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. കുഞ്ഞിനോട് സംസാരിച്ച് കഴിയും ചെറുപ്പത്തിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം നെഗറ്റീവായിട്ട് സംഭവിച്ചത് കുഞ്ഞ് ഇങ്ങോട്ട് പറയണം, നമുക്കത് കറക്റ്റ് അത് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെയുണ്ട്. ഇപ്പോൾ ഒരു 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, അമ്മ ഒന്ന് തല്ലിയതായിരിക്കാം, അതൊരു ഇന്നർ ചൈൽഡായിട്ട് ആ കുഞ്ഞിന്റെ മനസ്സിൽ കിടക്കുന്നുണ്ട്, ഒരു വൂണ്ടഡ് ഇന്നർ ചൈൽഡായിട്ട്. ഇന്ന് ഇപ്പോൾ ഒരു 40-42 വയസ്സുള്ള നമുക്കതൊരു വലിയ പ്രശ്നമായിരിക്കില്ല. പക്ഷേ ആ 5 വയസ്സിലെ 6 വയസ്സുള്ള കുട്ടിക്ക് അന്നതൊരു വേദനയായിരുന്നു, അമ്മ ആശ്വസിപ്പിച്ചിട്ടുണ്ടാവില്ല. അപ്പം ആ കുട്ടി ആ ഒരു നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഒരു കോർണറിൽ വളർച്ച മുരടിച്ച് ഇപ്പോഴും അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആ കുഞ്ഞിനെയാണ് നമ്മൾ കണ്ടെത്തി ഹീൽ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് വരുന്ന മാറ്റങ്ങൾ. അതായത് നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുത്ത ഒരു കുട്ടി, ആ കുട്ടിയുടെ ചെറുപ്പത്തിൽ ആ കുട്ടിക്ക് 4-5 ആങ്ങളമാരുണ്ടായിരുന്നു. അപ്പോൾ ആ ബ്രദേഴ്സിനെ ഉപ്പ രാത്രി പിന്നെ കടയടച്ചിട്ട് വീട്ടിൽ വന്ന് ഉമ്മ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും ബ്രദേഴ്സ് ചെയ്ത കുറ്റങ്ങൾ. അപ്പോൾ ഒരുപാട് തല്ലുമായിരുന്നു. ഈ കുട്ടിയെ അടിക്കില്ല, പക്ഷെ ആങ്ങളമാരെ തല്ലുന്ന കണ്ടിട്ട് ഈ കുട്ടി ഭയങ്കരമായിട്ട് പേടിച്ചു. ഇത് ഏറ്റവും ഇളയ കുട്ടിയെ പേടിച്ചു. ഇപ്പോഴും ഭർത്താവ് ജോലി കഴിഞ്ഞ് ബുള്ളറ്റിൽ ഇങ്ങനെ വരുമ്പോൾ ബുള്ളറ്റിൻ്റെ പട്ട 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 ശബ്ദം കേൾക്കും. ഈ കുട്ടിക്ക് ട്രിഗർ ചെയ്ത് വരികയാണ്, അത് ആ പെയിൻ ട്രിഗർ ചെയ്ത് വരികയാണ്. അപ്പോൾ അത് ഹീൽ ചെയ്യാൻ പറ്റുന്നില്ല. ശരിക്കും ഇന്നർ ചൈൽഡ് ഹീലിങ്ങിൽ ആ കുട്ടിയെ മീറ്റ് ചെയ്ത് അതിനെ ഹീൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു പ്രശ്നമില്ല. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞത്, ഇതുപോലെ പലർക്കും
ഇപ്പോൾ ഈ പറഞ്ഞ സെക്ഷൽ അബ്യൂസ് അനുഭവിച്ച് അതിൻ്റെയൊക്കെ ഹീലിംഗ് കഴിയുമ്പോൾ പിന്നെ അവർ ഇമോഷണലി ഫ്രീ ആവണം. ഇല്ലെങ്കിൽ ആ ട്രോമയിൽ എന്നും ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. ഓക്കെ. ഈ സബ് കോൺഷ്യസ് മൈൻഡിനെ എങ്ങനത്തെ ഒരു 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 കാഴ്ചപ്പാടിലൂടെയാണ് കാണുന്നത്? അതായത് സബ് കോൺഷ്യസ് മൈൻഡിൽ ഇപ്പോൾ ഹീലിംഗ് നടന്നാലല്ലേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ എന്ന് പറയാം. ചില ആൾക്കാർ ഇത് ബൈപ്പാസ് ചെയ്യുന്ന കാര്യം പറയും. ബൈപ്പാസ് ചെയ്ത് നിങ്ങൾ പോവാന്ന് പറയും. ചില ആൾക്കാർ ഡയറക്റ്റ് ആയിട്ട് സബ് കോൺഷ്യസ് മൈൻഡിനെ അറ്റാക്ക് ചെയ്യാന്ന് പറയും. ചില ആൾക്കാർ അതിനെ തടവാൻ പറയും. ഏത് അപ്രോച്ചാണ് എടുക്കുന്നത്? അതായത് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഒരു മെസ്സേജ് നമ്മൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിൽ റെപ്പറ്റീഷനിലൂടെ കൊടുത്തുകൊണ്ടിരിക്കുക. സബ് കോൺഷ്യസ് മൈൻഡ് അങ്ങനെ മാത്രമേ പറ്റുള്ളൂ. അതായത് റീപ്രോഗ്രാമിംഗ് ചെയ്തെടുക്കാൻ പറ്റും. ഈ കിടക്കുന്ന പഴയ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാറ്റിയിട്ട് നമുക്ക് പുതിയ അതിനെ റീപ്രോഗ്രാമിംഗ് ചെയ്തെടുത്ത് പുതിയതാക്കാൻ പറ്റും. അത് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മൾ നിരന്തരം മെസ്സേജ് കൊടുത്തുകൊണ്ടിരിക്കുന്ന പോസിറ്റീവ് മെസ്സേജുകൾ കൊടുത്ത് ആ നെഗറ്റീവിനെ മാറ്റി നമുക്ക് പോസിറ്റീവിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇപ്പം സമ്പത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ ചെറുപ്പത്തിലേ മനസ്സിൽ കയറി കൂടിയ ഒരു ചിന്തയാണ്, നമ്മൾ പാവപ്പെട്ടവരാണ്, നമുക്ക് പിന്നെ നിവൃത്തിയില്ല എന്നുള്ളൊരു ചിന്ത അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ഈ പറയുന്ന അഫർമേഷനിലൂടെ കൊടുത്തു കഴിഞ്ഞ് നമ്മൾ സമ്പന്നരായി തീർന്നു എന്നുള്ളത് വരുമ്പോൾ തീർച്ചയായിട്ടും അവിടെ മാറ്റം വരും. ഇത് ഈ പുതിയ അഫർമേഷൻസ് അല്ലെങ്കിൽ നമുക്ക് പുതിയ നേട്ടങ്ങൾക്കൊക്കെ ഇത് ആപ്ലിക്കബിൾ ആവാം. തീർച്ചയായിട്ടും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം മറ്റൊരു സാധനമുണ്ട്, ഭയങ്കര സ്ട്രോങ് മാർക്സ് ബ്രെയിനിൽ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ സബ് കോൺഷ്യസിൽ ഉണ്ടാക്കുന്ന ചില കാര്യങ്ങളുണ്ടാവും. ചെറുപ്പത്തിൽ മെറ്റ് ചെയ്ത ചില ആക്സിഡൻസ് ഉണ്ടാവും. ചെറുപ്പത്തിൽ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ പെൺകുട്ടികളാണെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ അബ്യൂസിന് സാഹചര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം. അത് ആൺകുട്ടികൾക്ക് ഉണ്ടായേക്കാം. ഈ പറഞ്ഞതുപോലെ ചിലപ്പം കടം കൊണ്ടുള്ള പേടി ഉണ്ടാവും. ഈ പറഞ്ഞതുപോലെ ചേട്ടനെ അടിക്കുന്നത് കൊണ്ട് അനിയന് പേടി ഉണ്ടാവാം. ഇത്തരം മാർക്സ് അഫർമേഷനേക്കാൾ ഉപരി അതിനെ ഹൈഡ് ചെയ്ത് പോകുന്നതാണോ എളുപ്പം എന്നുള്ളൊരു ചിന്തയുണ്ട്. അല്ല, അത്തരം കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ ഇന്നർ ചൈൽഡ് ഹീലിംഗ് മെഡിറ്റേഷനും പ്രാക്ടീസുകളും ഉണ്ട്. എത്ര ഡീപ്പ് ആണെങ്കിലും ഇന്നർ ചൈൽഡ് ഹീലിംഗിൽ നമുക്ക് പുറത്ത് കളയാൻ പറ്റും. ചൈൽഡ്ഹുഡ് ട്രോമാസ് നമുക്ക് കളയാൻ പറ്റും. അതിനെ മാറ്റുന്ന രീതിയിലുള്ള മെഡിറ്റേഷനും കാര്യങ്ങളും. അപ്പൊ നമ്മളത് മാറ്റി അതിനകത്ത് അഫർമേഷൻ അല്ലാതെ തന്നെ നമുക്കത് ഹീൽ ചെയ്യാവുന്ന മെത്തേഡ്സ് ഉണ്ട്. ഇതിലൊരു വേറൊരു ഇപ്പൊ സോഷ്യൽ മീഡിയയുടെ പോസിറ്റീവ് കാര്യം പറഞ്ഞില്ലേ, ഇതിൽ വേറൊരു കാര്യം ഉണ്ടെന്ന് വെച്ചാൽ ചില സമയത്ത് ഓവർ ഹൈപ്ഡ് ആണ് ട്രോമ എന്ന വേർഡ്. തൊട്ടാ കഴിഞ്ഞാൽ ട്രോമയാണ്. അങ്ങനെയുണ്ട്. ട്രൂ ട്രോമയുള്ള ആൾക്കാർ അവിടെ മാത്രമല്ല, പിന്നെ സ്ട്രെസ് പിള്ളേർ പോലും ഉപയോഗിക്കുന്ന വേർഡല്ലേ, സ്ട്രെസ് ആണ്, ടെൻഷൻ ആണ്, ഡിപ്രഷൻ. 10 വയസ്സുള്ള മോൻ എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് സ്ട്രെസ് ആണോ സംശയം. 10 പ്രാവശ്യം പറയുമ്പോൾ അവന് സ്ട്രെസ് വരും. പിള്ളേരൊക്കെ ഡിപ്രഷൻ ഇങ്ങനെ അട്രാക്ട്, ഡിപ്രഷൻ എഴുതാണ്ട് ഭയങ്കര ഒരു ഫാൻസി വേർഡ് പോലെയാണ് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഡിപ്രഷൻ നമ്മൾ ഓമനവൽക്കരിച്ചു. എനിക്ക് ഡിപ്രൂവ് ആണോ സംശയമുണ്ട്. പവർ ഓഫ് വേർഡ്സിനെ കുറിച്ചൊന്നും അറിയാത്തവരാണ്. അത് മായ്ച്ചു കളയണം, പറഞ്ഞാൽ പോലും അത് മായ്ച്ചു കളയണം. ഈ പവർ ഓഫ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ വളരെ ഭയങ്കര അടിപൊളിയായിട്ട് പറഞ്ഞൊരു ടോപ്പിക്കാണ്. അപ്പൊ നമുക്ക് മിനിമം ചെയ്യാൻ പറ്റുന്ന വീട്ടിൽ ഇനിയിപ്പം നമ്മൾ കതിരിന്മേൽ വെച്ചിട്ട് കാര്യമില്ല എന്ന് തോന്നുന്ന ആർക്ക് പോലും മിനിമം ചെയ്യാൻ പറ്റുന്ന കതിരിന്മേൽ വളം എന്ന് പറയുന്നത് ഇപ്പൊ പ്രായോഗികമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ആണല്ലേ? അതാണ് ഇപ്പൊ പറയുന്നത്. കുട്ടികളെ പോലെ മുതിർന്നവർക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതാണ്. അപ്പൊ വേർഡ്സ് ശ്രദ്ധിക്കുന്ന കാര്യത്തിൽ നമുക്ക് മിനിമം ഫോളോ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? വാക്കുകൾ, നമ്മൾ പറയുന്ന വാക്കുകളിൽ അത് നെഗറ്റീവായിട്ടുള്ള വാക്കുകൾ ഒഴിവാക്കി പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ എപ്പോഴും പറയുക. അതിനെ നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ സെൽഫ് ടോക്ക് പോസിറ്റീവ് ആക്കാൻ നമ്മുടെ അഫർമേഷൻസ് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കാം. സന്തോഷം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഐ എം ഹാപ്പി ഓൾവേസ്, നിരന്തരം പറയും, സന്തോഷം വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതുപോലെ ഐ എം എ പോസിറ്റീവ് തിങ്കർ, പോസിറ്റീവ് തിങ്കിങ്ങിലേക്ക് എത്താം. അതുപോലെ ഭയങ്കര ദേഷ്യമാണ്, പൊട്ടിത്തെറിയാണ്, ബഹളമാണ്, അപ്പോൾ നമുക്ക് ഐ എം പീസ്ഫുൾ ഓൾവേസ് അല്ലെങ്കിൽ കാം ആൻഡ് സ്റ്റേബിൾ ഓൾവേസ്, ഇത്തരത്തിലുള്ള പോസിറ്റീവ് അഫർമേഷൻസ് ക്രിയേറ്റ് ചെയ്ത് നിരന്തരം പറയുമ്പോൾ മാജിക്കൽ റിസൾട്ടാണ് കിട്ടുന്നത്. അത് അഫർമേറ്റ് ചെയ്യാൻ ഇരിക്കുമ്പോൾ മാത്രമല്ല, ത്രൂ ഔട്ട് കണ്ടിന്യൂ, മന്ത്രം ജപിക്കുന്ന പോലെ പറഞ്ഞുകൊണ്ടേയിരിക്കും ത്രൂ ഔട്ട്. ഓക്കെ. നേരത്തെ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറഞ്ഞല്ലോ, ഞാൻ അതിലൊരു ഡൗട്ട് വന്ന് ചോദിക്കാം. അതായത് ഫോർഗീവ്നെസ്സിന്റെ കാര്യം പറഞ്ഞു. അപ്പം ശരിക്കും അതിൽ എനിക്ക് 2 കാര്യങ്ങളുണ്ട്. ഫോർഗീവ്നെസ് ശരിക്കും നമ്മൾ നമുക്ക് വേണ്ടി തന്നെയല്ലേ ചെയ്യേണ്ടത്? ഒന്ന്, നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോൾ ശരിക്കും നമ്മൾ മാപ്പ് കൊടുക്കുന്നത് നമുക്ക് തന്നെയല്ലേ? അതെ, നമ്മുടെ മനസ്സമാനത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ഫോർഗീവ് ചെയ്ത് കൊടുത്തില്ല. ഇപ്പൊ ഞാൻ സാറിനോട് ഒരു ദേഷ്യമുണ്ട്, അത് മനസ്സിലിങ്ങനെ കൊണ്ടുകിടന്ന് സാറിനെ കാണുമ്പോഴെല്ലാം ഞാൻ ഇങ്ങനെ ഉരുകുന്തോറും മെഴുകുതിരി ഉരുകുന്ന പോലെ ഉരുകി ഒലിച്ചുകൊണ്ടിരിക്കുന്ന ആരാ? ഞാൻ. സാറിനൊരു പ്രശ്നമില്ല, സാർ എന്നെ ചിലപ്പോ വിഷമിച്ചിട്ട് സാറിന്റെ വഴിക്ക് പോയി ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. ഞാൻ ഈ ദേഷ്യം കൊണ്ട് നടന്ന് നമ്മുടെ സെൽസിനെ ഡാമേജ് ചെയ്ത് നമ്മൾ നെഗറ്റീവ് ചിന്തിച്ച് നെഗറ്റീവ് കെമിക്കൽസ് റിലീസായി നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടി നമുക്കില്ലാത്ത അസുഖങ്ങളും. എന്തിന്? മറ്റൊരാള് ചെയ്ത തെറ്റിന്റെ ഫലം നമ്മൾ എന്തിനനുഭവിക്കും?
അനുഭവിക്കണം. അവര് ചെയ്തു, നമ്മൾ മനസ്സിൽ നിന്ന് വിട്ടുകളഞ്ഞ് മുന്നോട്ട് പോവുക. ഓക്കെ. ആ റിലേഷൻഷിപ്പിൽ രണ്ടാമത് തോന്നിയ കാര്യം, ഒരുപാട് ഭാര്യമാരോട് ഒരുപാട് ഭർത്താക്കന്മാരോട് അല്ലെങ്കിൽ റിലേഷൻഷിപ്പായിട്ട് റിലേറ്റ് ചെയ്ത് ഒരുപാട് ഡൗട്ട്സ് വന്ന ഒത്തിരി ആൾക്കാരോട് ഇന്ററാക്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഈ ആണുങ്ങളോട് ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ, പെണ്ണുങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ, അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് ഇപ്പൊ പറയാണ്, ഒരു പെണ്ണിനെ ഉപദേശിക്കുകയാണ്, അപ്പൊ പറയണം നീ ദയവ് ചെയ്ത് ആണുങ്ങളോട് ഇങ്ങനെ ചെയ്യരുത്, അല്ലെങ്കിൽ ആണിനെ ഉപദേശിക്കണം ദയവ് ചെയ്ത് പെണ്ണുങ്ങളോട് ഇങ്ങനെ പെരുമാറുക, അങ്ങനെ ഒബ്സർവ് ചെയ്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? തീർച്ചയായിട്ടും. അതായത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉള്ളൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ സ്ത്രീക്ക് എപ്പോഴും വേണ്ടുന്ന കെയറാണ്. അവർക്കിപ്പോ ഒന്ന് വയ്യാതിരിക്കുകയാണ്, അപ്പൊ ഭർത്താവ് വന്നിട്ട് ഒന്ന് ഒരു സ്നേഹം കൊടുത്തിട്ട് നിനക്ക് എന്ത് തലവേദനയാണോ, വിക്സ് ഇട്ട് തരട്ടെ, ആശുപത്രി പോകണോ എന്നൊക്കെ പറഞ്ഞൊരു കെയർ കൊടുക്കുമ്പം സ്ത്രീക്ക് കെയർ ഭയങ്കര ഇഷ്ടമാണ്. ഭർത്താവ് അങ്ങനെ കെയർ കൊടുക്കുന്ന ഭർത്താവാണെങ്കിൽ സ്ത്രീ ഭയങ്കര ഹാപ്പിയാണ്. പുരുഷനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കെയർ അല്ല വേണ്ടത്, അദ്ദേഹത്തിന് വേണ്ടുന്നത് സപ്പോർട്ടാണ്. തന്റെ എല്ലാ കാര്യങ്ങളിലും സപ്പോർട്ട് ചെയ്യുന്ന ഭാര്യ ചിലപ്പോൾ ഒരു നല്ല വാക്ക് പറയില്ല. നിങ്ങൾ എന്ത് ബിസിനസ് ചെയ്താലും നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല, കുറെ പൈസ കൊണ്ടൊന്നും തൊലച്ചില്ലേ, മുമ്പ് ചെയ്ത ബിസിനസ് ഒക്കെ ഏത് സമയവും ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. ചിലപ്പം ഓഫീസിൽ അടുത്തിരിക്കുന്ന ഒരു കൊളീഗായിരിക്കും, സാറ് സൂപ്പർ അടിപൊളി, അവിടുന്നായിരിക്കും സപ്പോർട്ട് കിട്ടുന്നത്. അപ്രീസിയേഷൻ ബേസിക്കലി, റൈറ്റ്? അത് അപ്രീസിയേഷനും സപ്പോർട്ടും ഡിഫറെന്റ് ആണ് മാം. സപ്പോർട്ട് എന്ന് പറയുമ്പോൾ യെസ് അപ്രീസിയേഷനും വരുന്നുണ്ട്, ഒപ്പം ചേട്ടന് ഒരു ബിസിനസ് ഇങ്ങനെ ആയി സാരമില്ല ചേട്ടൻ ചെയ്യും, ഞാൻ ഫുൾ സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ട്. ഇദ്ദേഹത്തിന് ആ സപ്പോർട്ട് ആരിൽ നിന്ന് കിട്ടുന്നു? മേ ബി ചിലപ്പോൾ ഈ പറയുന്ന സുന്ദരിയായ കൊളീഗിൽ നിന്നായിരിക്കും ഒരു സപ്പോർട്ട് കിട്ടുന്നത്. മനസ്സ് ചിലപ്പോൾ അങ്ങോട്ട് പോകും. ചിലപ്പോൾ അദ്ദേഹത്തിന് ഭാര്യ ചിലപ്പോൾ ഒരു വിലയില്ലാതെ കാണുന്നുണ്ടാവും, അമ്മയായിരിക്കും ഭയങ്കര സപ്പോർട്ട്, അപ്പൊ അമ്മയുടെ അടുത്തായിരിക്കാം കൂടുതൽ അറ്റാച്ച്മെന്റ് വരുന്നത്. ഇതിൽ ചെറിയ അപകടമുണ്ട്. റെസ്പെക്ട് ഉണ്ട്. ഞാൻ പറഞ്ഞത് ഈ കെയർ കൂടുതൽ പുരുഷന് വേണ്ടെന്ന് പറഞ്ഞാൽ ഭർത്താവ് പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് അപ്പൊ ഇവർക്കോ കെയർ കിട്ടുന്നില്ല, അപ്പൊ ഇവര് ഓവറായിട്ട് ഭർത്താവിനെ കെയർ ചെയ്യാൻ തുടങ്ങും. ഇല്ല സിനിമയിൽ ചന്ദ്രേട്ടൻ എവിടെ ചോദിക്കുന്ന പോലെ ഇപ്പൊ ഇവിടെ വരണം, നിങ്ങൾ എവിടെ പോയിരിക്കും, ഇവരിങ്ങനെ ഓവറായിട്ട് ഇങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ കൂടുതൽ കെയർ, പുരുഷൻ ആ ഒരു കെയറിനേക്കാൾ ഇഷ്ടം സെറി പറഞ്ഞ പോലെ റെസ്പെക്ട്, അവർക്ക് സപ്പോർട്ട്, ആ ഒരു ഇതാണ് വേണ്ടത്. അപ്പൊ സ്ത്രീകളുടെ സൈക്കോളജി, പുരുഷന്മാരുടെ സൈക്കോളജി, അപ്പൊ ഇതൊക്കെ. പക്ഷെ അവിടെ വേറൊരു അപകടം കൂടിയുണ്ട്. ഇപ്പോൾ ജസ്റ്റ് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു പണിക്ക് പോകുന്നു, പണിക്ക് പോയി 250 രൂപ കിട്ടി, 1000 രൂപ കിട്ടി, കള്ളും കുടിച്ചിട്ട് ആ 250 രൂപ കള്ളും ഭക്ഷണമായിട്ട് കഴിച്ച് വീട്ടിലൊരു കാശും കൊടുക്കാത്ത ഒരാളെ പോലും നമ്മൾ മാറ്റിയെടുക്കണമെങ്കിൽ ഇത് സഹിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അത് നമ്മൾ അഫോം ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യണം എന്നാണ് പറയുന്നത്. അതായത് ആ ഒരു വ്യക്തിയെ, കാരണം നമുക്ക് ഒരു തരത്തിലും റെസ്പെക്ട് കൊടുക്കാൻ തോന്നാത്ത, ഒരു തരത്തിലും അങ്ങനത്തെ ഉള്ള ആൾക്കാരും ഇല്ലേ സമൂഹത്തില്. അപ്പൊ അവരുടെ ഇപ്പം അങ്ങനെ ഒരാൾ വരുമോ എന്ന് എനിക്കറിയില്ല ചോദിക്കാനായിട്ട്. പക്ഷെ അങ്ങനെ ഒരു ലേഡി ആണെങ്കിൽ അപ്പൊ അവരെ ഒന്ന് മാറ്റിയെടുക്കണമെങ്കിൽ നമ്മൾ കൊടുക്കുന്ന അഫോർമേഷൻ അങ്ങനെ തന്നെ ആവണ്ടേ? എന്റെ ഹസ്ബൻഡ് വളരെ നല്ലതാണ്, അല്ലെങ്കിൽ പോലും അവിടെയാണ് ഈഗോ കയറി വരുന്നത്. അവിടെ അല്ലെങ്കിൽ പോലും അദ്ദേഹം നല്ല സ്നേഹം തരുന്ന വ്യക്തിയാണ്, ഞാനും എന്റെ ഭർത്താവും തമ്മിലുള്ള ആ സ്നേഹബന്ധം ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള അഫർമേഷൻ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ അഫർമേഷന്റെ പവർ കൊണ്ട് അദ്ദേഹത്തിൽ മാറ്റം വന്നു. അങ്ങനെ ഒരുപാട് കേസസ് ഉണ്ട്. അതാ ഞാൻ ചോദിച്ചത്. ഒരുപാട് കേസുണ്ട്. അതായത് നമ്മുടെ ക്ലാസ്സിൽ വന്നിട്ടുള്ള സ്റ്റുഡൻസ് 25-30 വർഷമായിട്ട് വീട്ടില് ഭാര്യയും ഭർത്താവും ഇന്ത്യയും പാകിസ്ഥാനും പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അടി പ്രശ്നം. അവർ പറയുന്ന ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുന്ന മാത്രം ഒരു പ്ലേറ്റ് ഒക്കെ പറക്കും, അതുപോലെ ഒന്നിങ്ങോട്ട് പറയും തിരിച്ച് 10 പറയും, അങ്ങനെ അടി പ്രശ്നങ്ങളായിട്ട് പോയി. ക്ലാസ്സിൽ വന്നു, ഞാൻ ഈ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി, ഭർത്താവിനോട് സ്നേഹത്തോടെ പെരുമാറാൻ തുടങ്ങി, അപ്രീസിയേഷൻ കൊടുക്കാൻ തുടങ്ങി. അങ്ങോട്ട് നമ്മൾ ആ കെയറും സ്നേഹവും അപ്രീസിയേഷനും ഒക്കെ കൊടുക്കാൻ തുടങ്ങുമ്പം ആ മനുഷ്യനിൽ മാറ്റം വരും. അതായത് 2 കൈയും കൂട്ടിയടിച്ചാലേ ശബ്ദം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഒരാളൊന്ന് താഴ്ന്നു കൊടുക്കാൻ തയ്യാറാകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അദ്ദേഹത്തിനെ വിമർശിക്കുന്നതിന് പകരം സ്നേഹം കൊടുക്കുന്നു, അപ്രീസിയേഷൻ കൊടുക്കുന്നു, ഓട്ടോമാറ്റിക്കലി അദ്ദേഹം മാറും. മാറ്റിയെടുക്കാൻ നമുക്ക് പറ്റും. പിന്നെ ഒത്തിരി ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ്, ഒട്ടും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, അത് അവരുടെ ഡിപ്പെൻസ് ആണ്. അതിന് അവർ ആലോചിച്ചിട്ടൊരു തീരുമാനം എടുക്കും. പുറത്തുള്ള ആൾക്കാരാണ്. അതായത് കുറേയധികം എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഒട്ടും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റാത്ത കുറേയധികം ടോക്സിക് റിലേഷൻഷിപ്പ് ആണെങ്കിൽ സ്ത്രീകൾ ഒത്തിരി സഫർ ചെയ്യുന്ന അങ്ങനെയുള്ളവരുണ്ട്. ഒരു മനുഷ്യൻ എങ്ങനെ ഏറ്റവും നല്ലൊരു വ്യക്തിയായി മാറാം, അതിങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ, വെറുതെ പറഞ്ഞു കൊടുക്കൽ, ലെക്ചർ അടിക്കൽ, അതിങ്ങനെ മനസ്സിലാകേണ്ട രീതിയിൽ അവരുടെ മനസ്സിലേക്ക് കയറുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുമ്പോൾ അവിടെ റീപ്രോഗ്രാമിംഗ് സംഭവിക്കും. ഒരു വ്യക്തി അവന്റെ കാഴ്ചപ്പാട് മാറും. അപ്പോൾ അവനെയും അവന്റെ ചുറ്റുമുള്ള ലോകത്തെയും നോക്കിക്കാണുന്ന ആ ഒരു കാഴ്ചപ്പാട് മാറും. അവന്റെ തോട്ട് പ്രോസസ്സ് ആ കറക്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഈ പറഞ്ഞ പോലെ ലൈഫ് മാറാൻ തുടങ്ങും. മനസ്സിൽ കിടക്കുന്ന കണ്ടാമിനേഷൻസ് എടുത്തു കളയും. പാസ്റ്റിലുള്ള കുറേ ട്രോമാസ് ഇതൊക്കെ എടുത്തു കളഞ്ഞു കഴിയുമ്പോൾ മനസ്സിന് ക്ലാരിറ്റി വന്നു, പോസിറ്റീവായി. സ്വാഭാവികമായും പോസിറ്റീവ് ആകുമ്പോൾ നല്ലത് ചിന്തിക്കുന്നു, നല്ലത് ലൈഫ് രക്ഷപ്പെടുന്നു. അപ്പോൾ ഇങ്ങനെയാണ് സിൽവർ ക്ലാസ്സിൽ സംഭവിക്കും. പിന്നെ അതിനെക്കാട്ടിയും കുറച്ചുകൂടെ അഡ്വാൻസ് ലെവലിൽ ചിലർക്ക് ഒരുപാട്
ചൈൽഡ്ഹുഡ് ട്രോമാസ് ഉണ്ടാവും. അവർ ചെറുപ്പത്തിൽ അനുഭവിച്ച് ചിലപ്പോൾ ഒരു സെക്ഷൽ അബ്യൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ മെൻ്റൽ അബ്യൂസ്, അങ്ങനെ പല രീതിയിലുള്ള അബ്യൂസുകൾ സംഭവിച്ചവരുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിനോട് പറയാൻ പറ്റില്ല, അമ്മയോട് പറയാൻ പറ്റില്ല. അപ്പോൾ ഇവർക്കിത് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ അവർക്ക് എപ്പോഴും സന്തോഷമായിരിക്കുക എന്ന് പറയുന്നത് ഒരു ഇമ്പോസിബിളാണ്. ചിലർക്ക് ഈവൻ സെക്സ് പോലെ അവർക്ക് ബുദ്ധിമുട്ടാണ്. കാര്യം ആ ഒരു ട്രോമ കിടക്കുന്നതുകൊണ്ട്. ഇതൊക്കെ ആരോട് പറയും, പുറത്ത് പറഞ്ഞാൽ എന്താകും? അപ്പോൾ നമുക്ക് ഇന്നർ ചൈൽഡ് ഹീലിംഗ് അതിൽ വരുന്നുണ്ട്. ഇന്നർ ചൈൽഡ് ഹീലിംഗിലൂടെ ആ പാസ്റ്റിലുള്ള ട്രോമാസ് എല്ലാം എടുത്ത് കളയുകയാണ്. മനുഷ്യർ ഇമോഷണലി ഹീലാവുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഹയർ ലെവൽ ഓഫ് പ്രാക്ടീസുകളാണ് ഗോൾഡ് ക്ലാസ്സിൽ വരുന്നത്. പ്ലാറ്റിനം എന്ന് പറയുമ്പോൾ ലൈഫ് ടൈം മെൻറ്റർഷിപ്പാണ്. ലൈഫ് ടൈം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പ്ലാറ്റിനത്തിൽ ജോയിൻ ചെയ്യുമ്പോൾ ഈ സിൽവർ ക്ലാസ് നമുക്ക് ലൈഫ് ലോങ് കിട്ടുന്നു, ഗോൾഡ് ക്ലാസ് ലൈഫ് ലോങ് കിട്ടുന്നു. അതുപോലെ പ്ലാറ്റിനത്തിൻ്റെ ഒരുപാട് സ്പെഷ്യൽ ക്ലാസ്സുകളുണ്ട്. അതെല്ലാം അവർക്ക് ജീവിതകാലം കിട്ടുന്നു. ഞാനൊരു മെൻറ്ററായിട്ട് എന്നും കൂടെ ഉണ്ടാവും. അപ്പോൾ ഏതൊരു വ്യക്തിക്കും എന്തൊരു പ്രശ്നം വരുന്നു, അപ്പോൾ അവരുടനെ എനിക്ക് ടീച്ചറുമായിട്ടൊന്ന് സംസാരിക്കണം, നമ്മളോട് സംസാരിച്ച് അവർ അങ്ങേ അറ്റം തകർന്നിടിഞ്ഞു. ഒരിക്കലും ഒരു മാഡം, പുള്ളിക്കാരുടെ മകൻ നിന്ന നിപ്പിൽ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ചാടി. ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇന്നും അവർ പോസിറ്റീവായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ നമ്മളത് ചേർത്ത് നിർത്തിയേക്കുന്നുണ്ട്. ആ നിമിഷം ടീച്ചറമ്മ ഇങ്ങനെ ഒരു സിറ്റുവേഷനാണ്, സമാധാനപ്പെടും. അവിടെ ഒരു വാക്ക്, അത് അവർക്ക് കൊടുത്ത സാന്ത്വനം എന്ന് പറയാം. അവരെ കൂടെ നിന്ന് അവരെ ഹീൽ ചെയ്യിച്ച് ഇന്നും അവർ മെൻ്റലി ഡൗൺ ആയി പോകാതെ അവർ നിൽക്കുന്നതിൻ്റെ ഒരു റീസൺ. നമുക്ക് എല്ലാവർക്കും ലൈഫിൽ ഒരു മെൻറ്റർ വേണ്ടത് വളരെ അത്യാവശ്യം. കാര്യം നമ്മളെ കൈപിടിക്കുക, നമുക്ക് ഗൈഡൻസ് തരുന്ന, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു അത്യാവശ്യ ഘട്ടത്തിൽ ഇതുപോലെ എന്ത് കാര്യത്തിനും കട്ട സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഏതൊരു വ്യക്തിക്കും ആവശ്യമുണ്ട്. കാര്യം നമുക്ക് എല്ലാം അറിയാമെങ്കിലും ചില സമയത്ത് നമ്മൾ ബ്ലാങ്ക് ആയിപ്പോവും ചില സിറ്റുവേഷനിൽ. ഏത് വലിയ ഗുരുവിനും അത് വേണ്ടി വരും അല്ലേ? തീർച്ചയായിട്ടും. ഈവൻ നമുക്കും എല്ലാവർക്കും വേണം. കാര്യം നമുക്ക് ആ ഒരു പ്രശ്നം വരുമ്പോൾ എല്ലാം അറിയാം. ചിലരൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, അയാൾക്കൊരു പ്രശ്നം വന്നു, അയാൾ ഇങ്ങനെയായി, ഇയാൾ നാട്ടുകാരെ മുഴുവൻ നന്നാക്കാൻ നടക്കുന്നതാണ്. അതൊരു റോങ് സാധനമാണ്. കാരണം ആരെ നമ്മൾ നന്നാക്കാൻ പോയാലും, ആർക്ക് എന്ത് നന്മ പറഞ്ഞു കൊടുക്കാൻ പോയാലും, നമുക്കൊരു ക്രൈസിസോ വിഷയങ്ങളോ ഉണ്ടാകുമ്പം നമുക്കത് ഓർമ്മപ്പെടുത്താൻ ഒരാൾ നിർബന്ധമായി വേണം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. എല്ലാ മനുഷ്യരും വേണം, എല്ലാവർക്കും വേണം ഒരു മെൻറ്റർ ലൈഫിൽ ഉണ്ടാകണം. ലൈഫ് ടൈം ഉണ്ടെങ്കിൽ അതൊക്കെ വലിയൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു ലൈഫ് ടൈം മെൻറ്റർഷിപ്പ് കൊടുക്കുന്നു. പിന്നെ പ്ലാറ്റിനത്തിൻ്റെ സ്പെഷ്യൽ ക്ലാസ്സുകൾ, ഇതിങ്ങനെ ലൈഫ് ടൈം. സാർ ഇതിനകത്ത് മെയിനായിട്ട് ഒരു മനുഷ്യന് ചേഞ്ച് വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവറി സിംഗിൾ ഡേ ഇവരുടെ പ്രാക്ടീസ്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ആ ഒരു നെഗറ്റീവായിട്ടുള്ള ന്യൂസ് കൺസ്യൂം ചെയ്യാതെ ഇവരൊരു മെഡിറ്റേഷൻ ചെയ്യുന്നു, ഒരു യോഗ ചെയ്യുന്നു, അതുപോലെ അഫർമേഷൻ, വിഷ്വൽ, ഈ പ്രാക്ടീസുകൾ രാവിലെ മുതൽ ഇങ്ങനെ തുടങ്ങി കൃത്യമായിട്ട് ആ ഒരു ട്രാക്കിൽ പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിന് കൊടുക്കുന്നത് പോസിറ്റീവായിട്ടുള്ള ഫീഡനിങ്, തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ ലൈഫ് മാറും. അത് ഒരു ദിവസമല്ല, ആ ഒരു ഡിസിപ്ലിനോടെ ആ ഒരു കറക്റ്റ് ചിട്ടയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിക്ക് ലൈഫ് മാറും. ഇതൊരു വലിയ കൗതുകമുണ്ട്. ഇപ്പോൾ സ്വന്തം ജീവിതത്തിൽ പോസിറ്റിവിറ്റിയിലേക്ക് വരുമ്പോൾ എങ്ങനെ ജീവിതത്തിൽ പോസിറ്റിവിറ്റിയിലേക്ക് വന്നോ അതുതന്നെ ജീവിതത്തിൽ നിങ്ങൾക്ക് സമ്പത്തും ഐശ്വര്യവും കൊണ്ടുവരുന്ന ഉപാധിയാകും എന്നൊരു പക്ഷേ ചിന്തിച്ചിട്ടുണ്ടാവില്ല. അത് തന്നെ സംഭവിച്ചു അല്ലേ? അതെ, സത്യം, സാറ് പറഞ്ഞു. എന്തായാലും ഒരുപാട് ആൾക്കാർക്ക് വീണ്ടും താങ്കളിലൂടെ ആശ്വാസവും സന്തോഷവും പണവും ആരോഗ്യവും ഒക്കെ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു.